കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു കൊച്ചു മെസ്സേജ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി വായിക്കാൻ വന്ന ബൈബിൾ വാക്യം എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം ചാപ്റ്റർ 6 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ആണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാൻ വന്ന ബൈബിൾ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. സ്തോത്രം മതി. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അടുത്ത വാക്യം വായിക്കേണ്ടതില്ല, എങ്കിലും ആ വാക്യം ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് പൂർത്തിയാക്കാം. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്ത് കടക്കുന്നതും ആകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഞാനിന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രസംഗം ആ പ്രാരംഭ വാക്ക് മാത്രമാണ്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം. ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ അറിയാമോ? നങ്കൂരം, ലിസൺ. നങ്കൂരം എന്ന് പറഞ്ഞാൽ നങ്കൂരം. സാധാരണ ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന കപ്പലുകൾ വലിയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു എക്യുപ്മെന്റ്സ് ആണ് നങ്കൂരം. ഒട്ടുമിക്ക കപ്പലുകൾക്കും അതുണ്ട്. ഇങ്ങനെ ആഴക്കടലിൻ്റെ പുറത്തൂടെ ദീർഘദൂര യാത്രയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാവും, കടൽ ഇങ്ങനെ ഇളകി മറിയും, കാറ്റുകൾ ഭയങ്കരമായിട്ട് വരും. അപ്പം ഇങ്ങനെ മുമ്പോട്ടിങ്ങി പോകാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ രക്ഷപ്പെടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അതെല്ലാ കപ്പലിനകത്തുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് കപ്പീത്താൻ പറയും, നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം. അപ്പം അവർ ചെയ്യുന്നത് പെട്ടെന്ന് ഈ നങ്കൂരം 3 or 4 ഒക്കെ കാണുമായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും കാണുമായിരിക്കും. 3 or 4 ഒക്കെ കാണുമായിരിക്കും. പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ വന്നിട്ട് ഇതിനെ എടുത്ത വെള്ളത്തിലോട്ടൊക്കെ ഇടും. ഇരുമ്പാം ഇങ്ങനെ ഷൂന്നും പറഞ്ഞങ്ങ് ചെല്ലും. താഴോട്ട് ചെന്നിട്ട് എത്രത്തോളം ആഴമുണ്ടോ അതിൻ്റെ താഴെ ചെന്നിട്ട് താഴെയുള്ള ആ മണ്ണിൽ ചേറിൽ ഇതങ്ങ് ഉറയ്ക്കും. അങ്ങനെ 4 ഭാഗത്തും കിടും. 4 ഭാഗത്തോട് ചെന്നതങ്ങ് ഉറയ്ക്കും. ഇത് ഉറച്ചാൽ പിന്നെ കൊടുങ്കാറ്റിനെ പേടിക്കണ്ട. ഇത് ഉറച്ചാൽ പിന്നെ തിരമാലയെ പേടിക്കണ്ട. പിന്നെ ഏത് പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ട. അതാണ് നങ്കൂരത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു നങ്കൂരം ആ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ആ നങ്കൂരത്തിന്റെ പേരാണ് ഹോപ്പ്, അഥവാ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എബ്രായ സഭയെ കുറിച്ച് പറയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സഭയാണ് എബ്രായ സഭ. പൗലോസിന്റെ ഒരു മനോഹരമായ ലേഖനമാണ് ഈ ലേഖനമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒത്തിരി അതിനെക്കുറിച്ചൊക്കെ ചർച്ചകളുണ്ട്. അതെന്തുമാവട്ടെ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. പൗലോസിന്റെ ലേഖനമാണെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. പൗലോസിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് എബ്രായ സഭ, ലിസൺ, ഒരു സഭയ്ക്ക് കൊടുക്കുന്ന ലേഖനമാണ് ഈ ലേഖനം. എബ്രായ സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ച സഭയാണ്. കാരണം ഇവര് ഈ ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ വന്നവർ അല്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? കൈ ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. അങ്ങനെയൊന്നുമല്ല. തലയ്ക്ക് മേലെ കൈ പൊക്കിക്കും. തലയ്ക്ക് മേലെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പൊക്കിക്കും, ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട്. എബ്രായ സഭയിലെ വിശ്വാസികൾ, ലിസൺ, എബ്രായ സഭയിലെ വിശ്വാസികൾ, എനിക്കൊരു മെസ്സേജ് പറയാനുണ്ട്. എന്നോട് നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ നിന്ന് സന്തോഷിക്കാം. നമുക്കിന്ന് വളരെ പ്രത്യാശയോടെ മടങ്ങി പോകാനായിട്ട്. ഈ ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ വന്നവരല്ല എബ്രായ സഭയിലെ വിശ്വാസികൾ. അതെന്താ? ബൈബിൾ വായിക്കാൻ മടിയന്മാരായിരുന്നോ? അല്ല. ബൈബിൾ വായിക്കാൻ മടിയുള്ളത് കൊണ്ടല്ല. അവർക്ക് ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു. പഴയ നിയമം ആ കാലത്തെ ഒരൊറ്റ സഭയ്ക്കകത്തും ബൈബിൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. 39 പുസ്തകം അടങ്ങിയ പഴയ നിയമവും 27 പുസ്തകം അടങ്ങിയ ന്യൂ ടെസ്റ്റ്മെന്റും ഒരു സഭയിലും ഇല്ലായിരുന്നു. യേശു പ്രസംഗിക്കാൻ പോയപ്പോൾ കിട്ടിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അത് വായിച്ചു, മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തു. എന്നിട്ട് തന്റെ സ്ഥലത്ത് പോയി എന്ത് ചെയ്തു? ഇരുന്നു. അതെന്താ? കൊണ്ടുപോയാൽ പിന്നെ ചർച്ചിൽ വേറെ ബൈബിൾ ഇല്ല. 39 പുസ്തകം ഇല്ല. ചില ചർച്ചിൽ ജനസീസ് കാണും, ചിലയിടത്ത് യെശയ്യാവ് കാണും, ചിലയിടത്ത് യിരെമ്യാവിന്റെ കോപ്പി കാണും. ഇന്നത്തെ പോലെ ഫോട്ടോസ്റ്റാറ്റ് മിഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാമോ? ഒന്നുമില്ല.
ഇനി ന്യൂ ടെസ്റ്റ്മെന്റ് എബ്രായ സഭയിലെ വിശ്വാസികൾ ഇത് മൊത്തം വായിച്ചിട്ടില്ല. അതെന്താ വായിക്കാഞ്ഞേ? എഴുതിയിട്ടില്ല. പുതിയ നിയമത്തിലെ ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനമാണ് AD 44. രണ്ടാമത്തെ ലേഖനം ഗലാത്യ ലേഖനമാണ് AD 49. അത് ഗലാത്യ സഭയ്ക്കാണ്, എബ്രായ സഭയ്ക്കല്ല. മൂന്നാമത്തെ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. അത് തെസ്സലോനിക്ക സഭയ്ക്കാണ്, എബ്രായ സഭയ്ക്കല്ല. നാലാമത്തെ പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. അഞ്ചാമത്തെ പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം. ഓക്കെ, അങ്ങനെ തുടങ്ങി ലാസ്റ്റ് പുസ്തകമാണ് വെളിപ്പാട് 96. AD 96 അത് എഴുതുന്നത്. ഇപ്പൊ എബ്രായ സഭയിലെ വിശ്വാസികൾ സത്യം പറഞ്ഞാൽ ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം കണ്ടിട്ടില്ല. സ്തോത്രം, കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ വിശ്വാസത്തിൽ വന്നേ? ഇങ്ങോട്ട് നോക്കൂ, എങ്ങനെ വിശ്വാസത്തിൽ വന്നേ? അവര് വന്നത് വായിച്ചു വന്നവരല്ല, കേട്ടു വന്നവരാ. ഇങ്ങനെ പ്രസംഗം കേട്ടു. പെന്തക്കോസ് നാളിൽ വന്നവർ, പെന്തക്കോസ് വിശ്വാസത്തിൽ വന്നവർ മാറി മാറി പ്രസംഗിച്ചു. പൗലോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ പ്രസംഗിച്ചു. പ്രസംഗം കേട്ടിട്ട് വിശ്വാസത്തിൽ വന്നവരായിരുന്നു ആര്? എബ്രായ സഭ വിശ്വാസികൾ. ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടിട്ട് വന്നവർക്ക് ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ കുറച്ചുകൂടെ ഡിഗ്നിറ്റി ഉണ്ടായിരുന്നെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. 10:32 വാക്യം തുടങ്ങി വായിക്കുമ്പോൾ നമുക്കറിയാം. ചാപ്റ്റർ 10 32. ബൈബിള് തുറന്നേ 10:32. നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും. അവർക്ക് പ്രകാശനം കിട്ടിയപ്പോ ആ പ്രകാശത്തിന് തത്തുല്യമായി ചുവടുകൾ വെച്ചപ്പോൾ അവർക്ക് നിന്ദകൾ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കൂ, നിന്ദകൾ ഉണ്ടായിരുന്നു. നിന്ദകളാലും പീഡനങ്ങൾ ഉണ്ടായിരുന്നു. പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ അടി കൊണ്ട് പെന്തിക്കോസി വന്നവര് വളരെ കുറവാണ്. എനിക്കറിയത്തില്ല, ഇന്ന് നിന്ദകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെക്കാളൊക്കെ നിന്ദകൾ അന്ന് അവർക്ക് ഉണ്ടായിരുന്നു. നിന്ദകൾ ഉണ്ടായിരുന്നു, പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, കൂത്തുകാഴ്ചയായി ഭവിച്ചു. എന്നിട്ട് ആ വക അനുഭവിക്കുന്നവർക്ക് അവരെന്തായിരുന്നു? കൂട്ടാളികൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയാമോ? അന്ന് ചർച്ചിനകത്തുള്ളവർക്ക് എല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനുകരണ പെന്തിക്കോസ്റ്റ് അല്ലായിരുന്നു. അപ്പം പെന്തിക്കോസിലായതുകൊണ്ട് മോൻ പെന്തിക്കോസിൽ അങ്ങനെ അല്ലായിരുന്നു. എല്ലാം ഈ അനുഭവത്തിൽ വന്നവർ, അനുഭവ പെന്തിക്കോസ്റ്റ. ഇന്നിപ്പോ അങ്ങനെയുള്ളൊരു വളരെ കുറവാണ്. അനുകരണ പെന്തിക്കോസ്റ്റാ കൂടുതൽ. ഇന്ന് അപ്പം പെന്തിക്കോസിലായതുകൊണ്ട് മോൻ ഇങ്ങനെ പെന്തിക്കോസിലോട്ട് വന്നിരുന്നു. ഞാൻ പെന്തിക്കോസ് ആയതുകൊണ്ട് എന്റെ കൊച്ചിങ്ങനെ വരുന്ന നല്ല അനുഭവം കുറവ്. പണ്ട് ഈ അനുഭവമുള്ളവരുടെ ആരാധനയും അനുകരിക്കുന്നവരുടെ ആരാധനയും എന്താ ഉണ്ട് വ്യത്യാസം. പാവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിരുന്നു. മീൻസ് എല്ലാവരും അങ്ങനെയുള്ളവരായിരുന്നു. സ്തോത്രം, അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിരുന്നു. അടുത്ത വാക്യം, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച നിങ്ങളുടെ പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വകാലം വളരെ ഫൈറ്റിംഗ്. ഇത് മനസ്സിലാക്കേണ്ടത് ഈ ഫൈറ്റിംഗ് അവർ സ്വീകരിക്കുമ്പോഴും ബൈബിൾ വായിച്ചിട്ടല്ല, പ്രസംഗം കേട്ടിട്ടാ. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? അപ്പൊ നമ്മള് പ്രസംഗം കേൾക്കുക മാത്രമല്ല, ബൈബിൾ വായിച്ചു. എത്ര വട്ടം വായിച്ചു? 5 വട്ടം വായിച്ചു. സ്തോത്രം. നമ്മൾ 5 വട്ടം വായിച്ചപ്പോഴും നിങ്ങൾ കൈയടിക്കാൻ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. നമുക്ക് കൈയടിച്ച് പാട്ടുപാടാം. വളരെ പാടാ. സത്യം പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് കൈയടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ റിസ്ക് എന്നറിയാമോ? ഭയങ്കര പാടാ. 100% കൈയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ദൈവം മടുക്കും. അതിൽ സംശയമില്ല, മടുക്കും. ഞങ്ങൾ ഈ കൈയടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ പണ്ടിതൊന്നും ഇല്ലായിരുന്നു. പണ്ട് കൂടപ്പാട്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് പാടുവാൻ. അന്തനെ കാണുവാൻ അർത്തിവാളേരുന്നേ ഇല്ല പ്രത്യാശ മറ്റോ ഇങ്ങനെ പാടുവാൻ. ഈ ന്യൂകമേഴ്സ് വരുന്ന കൊണ്ട് കൈയടിക്കൊരു അവതാളം. എല്ലാവരും അടിച്ചു പഠിച്ചിട്ട് വരുന്നവരല്ലല്ലോ. ചിലർ നന്നായിട്ട് അടിക്കും, ചിലർ അവതാളം വരും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു താളത്തിൽ കൊണ്ടുപോകാൻ ഒരു താളമുള്ളത് നല്ലതാണെന്നും പറഞ്ഞാൽ ഞങ്ങൾ ട്രം എന്ത് ചെയ്തേ മേടിച്ച്. ഇപ്പൊ ട്രം അത് ഒക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ ഒരു ട്രം കൂടെ മേടിച്ചു. സൈഡ് ഒരെണ്ണം കൂടെ മേടിച്ചു. ഇത് കോലുണ്ടെങ്കിൽ ഒരു താളം വരും. ഈ 2 ട്രമ്മിലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ 3-4 ഒരുമിച്ചുള്ളത് മേടിച്ചു. കുട്ടി ഇങ്ങനെ അടിക്കുന്ന അപ്പൊ അത് അടിക്കുമ്പോൾ മിക്കവാറും ഇളകും. ഇതിനകത്തും ഇളകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ ഇലക്ട്രോണിക് മേടിച്ചോണ്ട് വന്നത്. ഇതിനകത്ത് ഞങ്ങൾ പതുക്കെ തുടങ്ങും. കാന്തനെ കാണും തുടങ്ങി അന്തനെ കാണുമ്പോൾ അന്നിങ്ങനെ അവസാനം ഈ പാടുന്നവർ 2 ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ പാടുന്നവർ നോക്കിയാൽ മതി, കാണിക്കും 2 കാണിക്കും. കട്ട കൂട്ടാനാ
ഈ അട്ടകൂട്ടം ഈ അടി പതുക്കെ പതുക്കെ എന്നുള്ളത് എന്താവും? സ്ട്രോങ് ആകും. അവസാനം 3.5 എന്ത് റിസ്ക് ആണെന്നറിയാമോ? എന്നാലും രസകരമാണ്. ഇത്രയൊക്കെ ചെയ്താലും എന്താ പിന്നെ നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്ക് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിനേക്കാൾ കൂടുതൽ. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയല്ല, വളരെ പോരാട്ടം. ഞാൻ ചോദിച്ചു എന്തിന്? സ്തോത്രം. വളരെ പോരാട്ടം സഹിച്ചു. ഇപ്പൊ പ്രസംഗം കേട്ടിട്ടാണ്, വായിച്ചിട്ടല്ല. അപ്പൊ നമ്മൾ വായിച്ചു, നമ്മൾ 5 വട്ടം വായിച്ചു. അപ്പൊ ഈ ബൈബിളൊക്കെ എത്ര ലളിതമാണെന്നറിയുമോ? ബൈബിളൊക്കെ സിമ്പിളാണ്. ഇപ്പൊ നിങ്ങളിൽ പലരും ഈ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞു. നിങ്ങളിൽ പലരും ഇനി ഈ പുള്ളി എവിടെ കൊണ്ട് ഒപ്പിക്കും, നിങ്ങൾ കൺക്ലൂഷന് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ മുഖത്തൊരു ടെൻഷനുണ്ട്, പുള്ളി ഒപ്പിക്കുമോ. കാരണം നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഫേസ് കാണും, കാരണം അത്രയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ബൈബിൾ തുറന്നിട്ടില്ല. രക്തത്താലിച്ച് തുറന്നിട്ടില്ല ഈ സാധനം. ബൈബിൾ തുറന്നിട്ടില്ല. അതായത് 12 വർഷം കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റേറ്റിൽ ചെന്നിട്ട് ഒരു ലോക്കൽ ലാംഗ്വേജിലോട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ്, ബൈബിളല്ല, ഒരു ഗോസ്പൽ ഓഫ് ജോൺ, സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം മാത്രം ഒരു ലോക്കൽ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 12 കൊല്ലം എടുത്തു. അപ്പൊ 66 പുസ്തകം നമ്മുടെ ഭാഷയിൽ കിട്ടണമെങ്കിൽ എത്ര കൊല്ലത്തെ അധ്വാനമായിരിക്കും അറിയാമോ? അതൊക്കെ മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാ. കഷ്ടങ്ങളെ വളരെ പോരാട്ടം സഹിച്ച നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വായിച്ചു മനസ്സിലാക്കാതെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവർ ഈ പോരാട്ടം സഹിച്ചല്ലോ, ഈ ത്യാഗം സഹിച്ചല്ലോ, അല്ലേ? ഇനി അടുത്ത കാര്യം കേട്ടോ, നമ്മളെ ഞെട്ടിക്കും. വായിച്ചു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാട്ടിയത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയോ വാക്യം? തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. എബ്രായ സഭയിലെ ആൾക്കാരാണ് തടവുകാരോട് സഹതാപം കാണിച്ചു എന്ന് പറഞ്ഞാല് ബദ്ധന്മാർക്ക് വിടുതൽ, അവർക്ക് ആവശ്യമായതൊക്കെ കൊടുത്തു, സഹതാപം കൊടുത്തു. എന്നിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപകാരവും ചിരിച്ചോണ്ട് സഹിച്ചു. എന്ന് പറഞ്ഞാലേ ആരോ വന്ന വണ്ടി എടുത്തോണ്ട് പോയപ്പോ അവര് പറഞ്ഞെന്ന് കൊണ്ടുപോകും, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട്, കൊണ്ടുപോയിക്കോളാൻ. സമ്പത്തിന്റെ അപകാരം ചിരിച്ചോണ്ട് ഹാപ്പിയാണ്. വണ്ടി കൊണ്ടുപോകണോ? ഓക്കെ. സൈക്കിൾ കൊണ്ടുപോകണോ? ഓക്കെ. എന്റെ വസ്തു എടുത്തോണ്ട് ഓക്കെ. നടക്കുവോ എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഉണ്ട്, കൈവൊക്കെ എനിക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട്. എന്നോട് നിങ്ങൾ പറയണം പ്ലീസ്. സ്തോത്രം. അതാ സത്യത്തിൽ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കൃപ കർത്താവ് വരാത്തതാ. നമ്മളിങ്ങനെ കർത്താവ് വരട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. വന്നാലേ നമ്മുടെ കാര്യം അറിയത്തുള്ളൂ. രക്തത്താലും ജയം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യും. കുഞ്ഞെ ഇങ്ങോട്ട് നോക്കൂ. ഇവര് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 5 വട്ടം വായിച്ചു. ഒന്നും മനസ്സിലാക്കാത്ത കൊണ്ട് നമ്മൾ ദാനിയേൽ ചേർത്ത് വായിച്ചു. എന്നിട്ടും മനസ്സിലാക്കാത്ത കൊണ്ട് നമ്മൾ അതിരൂപൻ സാറിനെ കൊണ്ടുവന്നിട്ട് ചാർട്ട് ഇട്ട് പഠിച്ചു. നിത്യത മുതൽ നിത്യത വരെ എപ്പോൾ കർത്താവ് വരും, എപ്പോൾ നമ്മൾ എടുക്കപ്പെടും. ഇത് കൊടുത്താൽ എന്ത് കിട്ടും? ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളം. നമ്മൾ പഠിച്ചു വരാം. എന്നിട്ട് സ്തോത്രം അയച്ചിടാൻ വേണ്ടി ആ പേഴ്സിനകത്തിട്ട് ഈ വിരലിട്ട് 10 എടുക്കാൻ പെട്ട പാട്. രക്തത്താല് ചെയ്യാം കിട്ടും. എന്ത് വിരലൊക്കെ സ്പെഷ്യലായിട്ട് ഈ പ്രാക്ടീസ് കിട്ടിയ വിരലായി 2 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചിന്റെ പേഴ്സിനകത്തോട്ട് കൈയിട്ടേച്ച് അതിനകത്ത് നീ 10 എടുത്ത് ആ 10 അവിടെ വെച്ച് തന്നെ ചുരുട്ടി എന്നിട്ട് അതിനകത്തോട്ടൊക്കെ ഇടുകാൻ സ്പെഷ്യലി കൃപ കിട്ടിയ വിരലായത്. പക്ഷെ പഠിച്ചു നമ്മൾ. ലോഭമായി വിതച്ചവൻ ലോഭമായി കൊയ്യും. നമ്മൾ പഠിച്ചു. പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. എന്നോട് നിങ്ങളുണ്ടോ? മനസ്സിലായവർക്കായി കർത്ത സംഭവങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും, നമ്മൾ മറ്റൊരു ഭാഗത്തൂടെ പോകും. ആനുവൽ കൺവെൻഷൻ കാശ് കളയാനുള്ള മാർഗമല്ല, അത് മടങ്ങി വരവിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. എബ്രായ സഭയിലെ വിശ്വാസികൾ ചിരിച്ചോണ്ട് സഹിച്ചെന്ന് ഷേർ കൊണ്ടോ ഇപ്പൊ ചിരിച്ചോണ്ട് സഹിച്ചു. ഇപ്പൊ ചോദിച്ചു അതെന്താ ചിരിക്കുന്നേ? വിഷമം ഇല്ലയോ? ഇല്ലെന്ന്. ഇപ്പൊ ചോദിച്ചു എന്തുവാ ഇല്ലാത്ത? ഞങ്ങൾക്ക് മേളിലുണ്ടല്ലോ, സ്വർഗത്തിലുണ്ടല്ലോ. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? വെളിപ്പാട് പുസ്തകം വായിച്ചു? ഇല്ല. വെളിപ്പാട് 96 ഈ പുസ്തകം 67 പിന്നെ 30 കൊല്ലം 35 കൊല്ലം കഴിഞ്ഞു. വെളിപ്പാട് വായിച്ചിട്ടില്ല. യോഹന്നാൻ പത്മോസിൽ പോയിട്ടില്ല. ആള് ഹാപ്പിയായിട്ട് എഫെസോസിൽ മിനിസ്റ്റർ ചെയ്യുവാണ്. പയറ് പോലെ നടക്കുന്ന മനുഷ്യനാ. പുള്ളി പോയിട്ടില്ല പത്മോസിൽ. വെളിപ്പാട് കണ്ടിട്ടില്ല. അപ്പൊ ഈ വിശ്വാസികൾ പറയും ഞങ്ങൾക്ക് പ്രതിഫലം മേളിലുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ? പളുങ്ങിനൊത്ത കണ്ണാടി കടലാണ്. അവരോ അറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല.
സ്വർഗത്തെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കാത്തവർ, ഞാൻ ചോദിച്ചു ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? ഇല്ല, ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി. ഇപ്പൊ കേട്ടു മനസ്സിലാക്കിയവന്റെ ക്വാളിറ്റി അതാണെങ്കിൽ വായിച്ചു മനസ്സിലാക്കിയ നമ്മുടെയോ? നിങ്ങൾ എന്നോട് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞേ, ശക്തിയോട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. എനിക്ക് എബ്രായ സഭക്കാരെ അങ്ങനെ കൊടുത്തെങ്കിൽ അവരെക്കാൾ അത്ഭുതമായി തോന്നിയ വേറെ ടീമുണ്ട്. ഇത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പൂർത്തിയാക്കുന്നു, കാരണം 1.5 മണിക്കൂർ കൊണ്ട് സമതീരത്തിൽ. എബ്രായ സഭക്കാരോട് പറയാണ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളടക്കി. അവർ ആര്? വേറെ ആൾക്കാർ. സഭയിലുള്ളവരാണോ? അല്ല, വേറെ ആൾക്കാർ. അവരാര്? വേറെ. ഇപ്പം സഭയ്ക്കകത്തുള്ളവരല്ല, സഭയ്ക്കകത്തുള്ളവർക്ക് മാതൃകയായി പറയുന്ന മറ്റു കുറച്ചു പേർ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തിനൊക്കെ പറഞ്ഞിട്ട് പറയാണ്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റു ചിലർ, വേറെ ആൾക്കാർ നല്ലൊരു ഉദ്ധാരണം, ഉയർത്തെഴുന്നേൽപ്പിൽ കിട്ടാൻ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഫേദ്യമേറ്റു. അതാര്? ബൈബിള് വായിച്ചവരാണോ? അല്ല, എബ്രായ സഭ വായിച്ചിട്ടില്ല. അവരോട് പറയണം, നിങ്ങൾക്കറിയാമോ വേറെ കുറെ ആൾക്കാര് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മരണം സ്വീകരിച്ചു. ഞാൻ ചോദിച്ചു, അപ്പൊ അവരാര്? ബൈബിള് കണ്ടിട്ടുള്ളവർ പോലുമല്ല. സ്തോത്രം. പക്ഷെ അവരുടെ ഉള്ളിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത്? പുനരുത്ഥാനവും ഉദ്ധാരണവും രക്തത്താൽ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയുടെ ചിന്തകളെല്ലാം ഒന്ന് മാറി ഒരു വലിയ പ്രതീക്ഷ നിത്യരാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ഈ അന്തരീക്ഷം മുഴുവനും ഒന്ന് മാറട്ടെ. വിശ്വസിക്കുന്നവർ, എന്റെ കൂടെ ഉള്ളവർ ചേർന്ന് ഒരിക്കൽ കൂടിയ കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ എന്ന് പറയാം. അവിടെ പറയുന്നു, അവർ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. പിന്നെ കുറച്ചുപേർ ചമ്മട്ടി, എന്തോ ചമ്മട്ടി, ചങ്ങല, തടവ് അനുഭവിച്ചു. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. എന്തിന്? എന്നോട് നിങ്ങളുണ്ടോ? അയ്യോ, എന്നെ ഞെട്ടിപ്പിച്ച വിഷയം ഇവര് ബൈബിള് വായിക്കാത്തവരാന്നുള്ളതാണ്. ബൈബിള് വായിക്കാത്ത അവർ ചമ്മട്ടി കൊണ്ട് അടിക്കാനും ഈർച്ചവള്ള അറക്കാനും ഏൽപ്പിച്ചു കൊടുത്തു. അറക്കണോ? ഓ. അടിക്കണോ? ഓ. അലയണോ? ഓ. അപ്പൊ അവരങ്ങനെ. നമ്മളോ? വായിച്ചു, രക്ഷിക്കപ്പെട്ടു, നമ്മൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാണ്. അപ്പൊ അവരുടെ ഈ എബ്രായ സഭയെയും നമ്മളെയും കൂടെ ഒരുമിച്ച് നിർത്തി എങ്ങാനും കമ്പയർ ചെയ്തിട്ടൊരു ന്യായവിധി എങ്ങാനും ഉണ്ടായി പോയാൽ, പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളുണ്ട്, എനിക്ക് അറിയത്തില്ല എന്നോട് ഉണ്ടോ എന്ന്. ഞാൻ എൻ്റെ ശൈലിയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ റലമായിരുന്നു അവരുടെ തുടക്കം. വേറെ റലമായിരുന്നു, അസാധാരണ റലമായിരുന്നു. അവരുടെ മനസ്സിനകത്ത് ഭയങ്കര ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്തോത്ര ആ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-ാം നൂറ്റാണ്ട് ആ സഭയുടെ തുടക്ക കാലഘട്ടം. നമുക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പെന്തിക്കോസിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ഒരു അസാധാരണ തുടക്കമായിരുന്നു. രക്തത്താൽ ചെയ്യും. അന്നത്തെ ആ ദൈവദാസന്മാരും ദൈവഭക്തന്മാരുടെ പാട്ടും ആരാധനയും ഒക്കെ തന്നെ ഒരു പ്രത്യേക റലത്തിലായിരുന്നു. അന്നത്തെ പാട്ടുകൾക്ക് ും ആ ഒരു ടേസ്റ്റ് ഉണ്ട്. സ്തോത്രം. ആ പാട്ടെല്ലാം തന്നെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന പാട്ടുകളാ. ആ പാട്ടെല്ലാം തന്നെ അകത്ത് ആവേശം വർദ്ധിപ്പിക്കുന്ന പാട്ടുകളാ. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് പാടി ആരാധിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ആമേൻ. നമ്മളെ ഈ പെന്തിക്കോസ്തിന്റെ തുടക്കം അത്ര മോശമൊന്നും അല്ലായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അപ്പച്ചൻ ആ പിതാക്കന്മാരുടെ ആരാധനയും പാട്ട് അന്ന് ഇതുപോലത്തുള്ള ഞാൻ വന്നപ്പോൾ സത്യം പറയാൻ എൻ്റെ അച്ഛൻ ഞെട്ടിപ്പോയി. എന്തോ കുശീനന്നൊക്കെ നിങ്ങളെ കാണാൻ പോലും പറ്റുന്നില്ല. തല മാത്രം മേളിലുള്ളൂ, രക്തത്താല്. ഇത്ര സുന്ദരമായ കുഷ്യനിലും AC-ലും ഒക്കെ ഇരുന്ന് എങ്ങനെ സ്തോത്രം പറയാൻ പറ്റും? മറ്റത് വൃക്ഷത്തിന്റെ ചോട്ടിലായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് യോഗത്തിന് വരത്തില്ല, അപ്പച്ചനും അമ്മച്ചി. പണ്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും വരാത്തെ? എന്നിട്ട് പച്ചാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, പാസ്റ്ററുടെ പിന്നെ പറയാം. ചോദിച്ചു, എന്തോ? പിന്നെ ചോദിച്ചു, എന്താ അപ്പച്ച രണ്ടുപേരും വരാത്തതിന്റെ കാരണം ഒരു മുണ്ടേ ഉള്ളൂ. പകല് അവൾ ഉടുത്തോണ്ട് വരും, വൈകിട്ട് ഞാൻ ഉടുത്തോണ്ട് വരും. ഒരു മുണ്ടേ ഉള്ളൂ. അവർ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് വന്നാൽ 2 മുണ്ട് വേണ്ടായോ? അതില്ല. പക്ഷെ വന്നിട്ട് ഇരുന്നൊരു പാട്ട് പാടിയത് ആ പാട്ടിനകത്ത് വെളിപ്പെടുന്ന ആത്മസാന്നിധ്യം നിസാരമല്ല. ഓ എന്നീ ഞാൻ ചേർന്നിടും പൊന്നുമുഖം കാണുവാൻ, എന്നീ ഞാൻ ചേർന്നിടും പൊന്നുമുഖം കാണുവാൻ,
ശോഭയേറും നാട്ടിൽ ഞാൻ പോയിടുവാൻ കാലമായി. ശോഭയേറും നാട്ടിൽ ഞാൻ പോയിടുവാൻ കാലമായി. എന്നു കാണും എന്നു കാണും യേശുരാജനെ. ഓ ലോകത്തിൽ ഞാനൊരു നിന്നിതരെങ്കിലും, ലോകത്തിൽ ഞാനൊരു നിന്നിതരെങ്കിലും മേഘത്തിൽ ഞാൻ വധുവായി മാറും. ഓ മേഘത്തിൽ ഞാനൊരു വധുവായി മാറുമേ. എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. ആൾക്കാരുടെയൊക്കെ പ്രത്യാശയാ. സുന്ദരമായ ഒരു പാട്ടാണ്. മോനെ താളെ വിടാമെങ്കിലിട്ടോ, ഹൃദയ വിടാമെങ്കിലിട്ടോ, ഇതാ എന്റെ പിച്ച്, ഇതാ എന്റെ പിച്ചിൽ, ആ പിച്ചിൽ ഇടാമെങ്കിലിട്ടോ, നമുക്ക് ആ പാട്ടൊന്നുകൂടെ പാടാം. താലിച്ച് ഇടാമെങ്കിലിട്ടോ, ഹൃദയ ഒരു ശകലം കൊണ്ടൊന്ന് കൂട്ടി, ഒരു ശകലോടൊന്ന് കൂട്ടി നമുക്ക് ഒരുമിച്ച് പാടണം. താൽ സ്തോത്രം. ഓ മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ, മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ, പൊൻകിരീടധാരിയായി അന്നു ഞാൻ. ഓ പൊൻകിരീടധാരിയായി ഞാൻ ഹല്ലേലൂയ. എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. ഓ ലോകത്തിൽ ഞാനൊരു നിന്നിതനെങ്കിലും, ലോകത്തിൽ ഞാനൊരു നിന്നിതനെങ്കിലും വേഗത്തിൽ ഞാനൊരു വധുവായി വാഴുമേ. വേഗത്തിൽ ഞാനൊരു വധുവായി വാഴുമേ. എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി നല്ലൊരു സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ആൾക്കാരുടെ പ്രത്യാശ ഭയങ്കരമായിരുന്നെന്നാണ്. ഇപ്പൊ എത്ര മനോഹരമായി ഇരിപ്പിടം വന്നുണ്ടോ. അഭിഷക്തന്മാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. പാഴ്സനേജ് എനിക്കൊരു ഭയങ്കര ബഹുമാനം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഭംഗിവാക്കല്ല. പാഴ്സനേജിന്റെ പരിമിതമായ മുറിയിൽ താമസിച്ചുകൊണ്ട് പരിഭവങ്ങൾ കൂടാതെ ശുശ്രൂഷിക്കുന്ന ഭക്തന്മാരാണ്. സന്തോഷം. ഇതുപോലത്തെ ഒരു വേദിയിൽ പണ്ടൊരു ശുശ്രൂഷകൻ ഇരിപ്പിടം കൊടുത്തിട്ട് ഇരിക്കാൻ പുള്ളിക്ക് പറ്റിയില്ലെന്നാ, പുള്ളി ഇരുത്തിയില്ലെന്നെങ്ങാണ്ടൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഇരിക്കാൻ വന്ന് ഇരിപ്പിടം കൊടുത്തില്ല. ഇന്നെങ്ങാനും ആണെങ്കിൽ ഇത്ര മനോഹരമായൊരു സ്റ്റേജിൽ ഇരിപ്പിടം കൊടുത്തില്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തായിരിക്കും പറയുന്നേ? പട്ടി അടിക്കുമെന്ന് പറഞ്ഞിട്ട് പോരാ ഇത്ര താല. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ട് പോയില്ല. പിന്നെ അയാൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും അകത്ത് എന്താണെന്നറിയാമോ? ഒരു പാട്ടാ കൊടുത്തതെന്നാണ്. ആ പാട്ടാ നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കുന്നത് ഇല്ലേ? സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം കിട്ടാതെ പറഞ്ഞയച്ചപ്പോഴും പാടിയ പാട്ട് നിന്നെ തകർക്കാൻ ദൈവം വരുമെന്നല്ല. പിന്നെ ആ പോകുന്ന വഴിക്കും അയാൾ പാടിയ പാട്ട് രാജരാജൻ എന്റെ കൂടെ വരും. രാജരാജൻ വരുമ്പോൾ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ തന്റെ കൂടെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. അതായിരുന്നു അന്നത്തെ പാട്ട്. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയപ്പോ ഹെലികോപ്റ്റർ താന്നിങ്ങനെ പറന്നു പോലും. ഹെലികോപ്റ്റർ താന്ന് പറന്നപ്പോ ആ ശബ്ദം കേട്ട് യേശു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തുനിന്ന് ഭക്തനായ ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയെന്നാണ്. സ്തോത്രം. സത്യം പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുമെങ്കിലും പണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരുവനെത്താൻ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നും. ഓരോ മെസ്സേജ് കഴിയുമ്പോഴും, ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും, ഓരോ കൂട്ടായ്മ കഴിയുമ്പോഴും യേശുവിന്റെ വരവും സ്വർഗരാജ്യവും മാത്രമായിരുന്നു നിനത്തിന്റെ മനസ്സിലെ ചിന്ത. മറ്റൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പണ്ട് കാലത്തെ പ്രസംഗങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. പണ്ടത്തെ പ്രസംഗമാണ് കർത്താവിന്റെ മടങ്ങി വരവ്, കുഞ്ഞാടിന്റെ കല്യാണം, ശാശ്വത ഭവനം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, സലഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഇന്നിപ്പോ ആ സൈസ് മെസ്സേജുകൾ കേൾക്കാനില്ല. ഈ സൈസ് മെസ്സേജുകൾ കേൾക്കാൻ തുടങ്ങിയാൽ ലോകത്തിന്റെ ചിന്തകൾ മാറാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, മീശ പിടിച്ചത്, പെന്തിക്കോസി വന്നത്, ഓർണമെന്റ്സ് ഊരിയത്, സ്നാനപ്പെട്ടത്, വലിയ പള്ളി വിട്ടത്, ഇതിനകത്തോട്ട് വന്നു കയറിയത് ഫിനാൻസ് ഉണ്ടാക്കാനല്ല,
ഉണ്ടാക്കാനല്ല, സൗഖ്യം ഉണ്ടാക്കാനല്ല, കുഞ്ഞുങ്ങൾക്ക് ഭാവി ക്രിയേറ്റ് ചെയ്യാനല്ല. ഇതിന്റെ പിമ്പിൽ വന്നതിന്റെ ഒറ്റ റീസൺ, ഇന്നല്ലെങ്കിൽ നാളെ യേശു മടങ്ങി വരുമ്പോൾ യേശുവിനോട് കൂടെ ചേർന്ന് ആ രാജ്യത്ത് ചെന്ന് ചേരണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കുന്നെങ്കിൽ ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ പറ. സത്യം പറഞ്ഞ കർത്താവിന്റെ മടങ്ങി വരവോ സ്വർഗരാജ്യ പ്രവേശനമൊക്കെ വിശ്വസിക്കുന്ന ഒരു പെന്തിക്കോസ്തിന് ഇപ്പൊ വളരെ 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 കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ ആമേൻ കർത്താവ് വേഗം വരണേ നമ്മൾ പറയുന്നില്ലല്ലോ. ആമേൻ കർത്താവ് അങ്ങനെ സാധനം ഇല്ലയോ? പിതാവായ പറയുമ്പോഴേ നമ്മൾ ബൈബിൾ മടക്കി പിതാവായ പുത്രനായ സിബിട്ടു പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വെളിയിൽ ചെല്ലും. ആമേൻ കർത്താവേ വേഗം വരണമെന്ന് ആത്മാർത്ഥമായി പറയുന്നൊരു കൈമുക്കാൻ പറഞ്ഞാലോ ഇല്ല. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, കർത്താവ് വരത്തില്ലയോ? അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാ. ഹെഡ് മാസ്റ്ററിന്റെ ഗതി അതാണ്. പിന്നെ പുള്ളി പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അങ്ങനെയല്ല. എബ്രായ വിശ്വാസികൾക്ക് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട്. ഒരു മങ്ങിയ വെളിപ്പാടിൽ, പുതിയ നിയമത്തിന്റെ വെളിപ്പാടല്ല, വീതി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതമായ പട്ടണത്തെ കുറിച്ചുള്ള വെളിപ്പാടല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മങ്ങിയ വെളിപ്പാടിൽ പ്രോപ്പർട്ടികൾ, ഷെയറുകൾ കൊടുക്കാൻ, ചിരിച്ചോണ്ട് കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടായതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ രാജ്യത്ത് ചെന്ന് പാർക്കും. അതായിരുന്നു നമ്മുടെയും പ്രത്യാശ. അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നേക്ക് 10 കൊല്ലം മുമ്പ് വിശ്വാസത്തിൽ വന്ന കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഈ വിശ്വാസം അതൊക്കെ തന്നെ ആയിരുന്നു. മറ്റൊന്നും ചിന്തിച്ചില്ല. ആരാധന മഹത്വപ്പെടുത്തലായിരുന്നു. ആരാധന വിടുതൽ കിട്ടാൻ വേണ്ടിയുള്ള കുറുക്കു വഴി അല്ലായിരുന്നു. ആരാധന പ്രൈസ് എന്ന് പറയുന്നത് സ്തോത്രം അർപ്പിക്കലായിരുന്നു, വിടുതൽ കിട്ടാൻ വേണ്ടിയുള്ള മാർഗമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഉറക്കെ കൈയടിച്ചാൽ വിടുതൽ കിട്ടുമെങ്കിൽ അടിക്കാൻ തയ്യാറാ. ഉറക്കെ സ്തോത്രം പറഞ്ഞാൽ സൗഖ്യം കിട്ടുമെങ്കിൽ തയ്യാറാ. മഹത്വപ്പെടുത്തലല്ല, വിടുതൽ കിട്ടാൻ വേണ്ടിയുള്ള കുറുക്കു വഴിയിലേക്ക് ദൈവസഭ മാറിയെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം പോകുന്ന എനിക്ക് വൈൻഡപ്പ് ചെയ്യണം. വേഗത്തിൽ മുമ്പോട്ട് ഓടുക. അങ്ങനെ കരുത്തരായ സഭയായിരുന്നു എബ്രായ സഭ. ഒന്നിനും പേടിക്കാത്ത സഭ. ഷെയർ വിഷയമല്ല, മഹാപ്രതിഫലമുള്ള ധൈര്യമുള്ള സഭ, ക്വാളിറ്റിയുള്ള സഭ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു? അങ്ങ് മാറി, എല്ലാം പോയി. ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 10 തരത്തിലെ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ഒന്ന് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. 2:1 മുതലുള്ള വാക്യം വായിക്കേണ്ടത് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് വല്ലപ്പോഴും അപ്പൊ ഇവർ ഈ ഒഴുക്കിന്റെ വാക്കില്ല. ലിസൺ ടു മീ. ഒഴുക്കിന്റെ വാക്കില്ല, ബലമില്ല, ഒഴുക്കിന്റെ വാക്കിലാണ്. ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല, പറഞ്ഞുവിടാം. 1. 2, 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവർ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിന്റെ ഉടമകളായിട്ട് എന്ത് ചെയ്തു? മാറി. അപ്പൊ ഇവര് പണ്ട് ഷെയർ ഒന്നും വേണ്ട, പോയാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് വന്നാണെങ്കിലും ഇപ്പൊ അവർക്ക് ഒഴുക്കിന്റെ വക്കിലാണെങ്കിൽ 2 വിശ്വാസം കുറഞ്ഞു. വിശ്വാസമില്ല, ഫെയ്ത്ത് ഇല്ല. കൃപയാൽ നമുക്കത് ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നു 2-3 പേർ എന്റെ നാമത്തിലൂടെ കൂടി വന്നാലും അവരുടെ നടുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ചുമ്മാ പറയല്ലേ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടോ. പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്നതുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിലുണ്ട്. 1 ഒഴുക്കിന്റെ വക്കിൽ, 2 ഫെയ്ത്ത് ഇല്ല, വിശ്വാസമില്ല. ഇനി 3 അവർക്ക് മന്ദതയുണ്ടായി. വാക്യം വായിപ്പിക്കുന്നില്ല. 6:12 ഇങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മന്ദതയിലേക്ക് വന്നു. പണ്ട് സഭായോ എന്ന് പറഞ്ഞ 9 മണിക്കാണെങ്കിൽ 8:45 ആകുമ്പോൾ കറക്റ്റ് അവിടെ എത്തുന്ന ആളാ. ഇപ്പൊ ഈ 9 മണിക്കാണെങ്കിൽ 9:45 ആയാലും 12 മണി വരെ അല്ലയോ, 11:50 വരെ നമുക്ക് എന്ത് ചെയ്യാമല്ലോ, നമുക്ക് ചെല്ലാമല്ലോ. പണ്ടാണെ ആവേശമായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ പെറുക്കി കൂട്ടിയെടുത്ത് ഓടുന്ന ഓട്ടം കണ്ടാൽ നമുക്കറിയാം, ഭയങ്കര ആവേശത്തില്ല. പക്ഷേ കുറെ കഴിയുമ്പോൾ മന്ദത വന്നു. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന വിഷയത്തിൽ മാത്രമല്ല, കൈയടിക്കുന്ന വിഷയത്തിലും മന്ദതയാ. ഞാനൊരു പരമാർത്ഥം ചോദിച്ചോട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ശക്തിയോടെ കൈയടിച്ച് ആരാധിച്ചിട്ട് എത്ര നാളായി കാണും?
ഈ തൂപ്പിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഈ തൂപ്പിന്റെ കാര്യമല്ല പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. അവർക്ക് മന്ദതയുണ്ടായി. ഒഴുക്കിന്റെ വക്കിൽ അവിശ്വാസം പിടിക്കപ്പെട്ടു, മന്ദതയുണ്ടായി. 4, നിങ്ങളിൽ ചിലർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ, അപ്പൊ അവിടെ സഭായോഗങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. സഭായോഗമേ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, മിക്കവാറും ഞായറാഴ്ച പാസ്റ്റർമാരുടെ മനസ്സിനകത്തുള്ള ടെൻഷൻ എന്നറിയാം. ഇരിക്കുന്ന കണ്ടോ 10-30 പേര്. ചോദിച്ചു നോക്കിക്കേ, സമാധാനമായിട്ടൊരു സഭായോഗം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല. സഭായോഗം കഴിഞ്ഞ് അന്നേരം ചിന്തിക്കുക, എന്നാ കുഞ്ഞമാമ വരാഞ്ഞ്, ഈ തങ്കമാമ എന്താ കണ്ടില്ലല്ലോ, കുഞ്ഞുട്ടിച്ചാൻ വന്നില്ലല്ലോ. വരാത്തതിനെ കുറിച്ചുള്ള ടെൻഷൻ. അതില്ലാത്ത ഒറ്റ ആഴ്ച പോലും ഇല്ലല്ലോ. എന്നറിയോ, ഇപ്പൊ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ പലരും സഭായോഗത്തിന് പോകുന്നത് മെമ്പർഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം അടക്കം നടക്കണമല്ലോ, രക്തത്താല് ചെയ്യും. അവിടുന്ന് വിട്ടുപോന്നു, വേറെ ചർച്ചയിൽ കയറി, അവിടെ 6 മാസം കഴിഞ്ഞപ്പോൾ വേറെ അടുത്ത് പോയി, അവിടുന്ന് 6 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകാനാ? രക്തം ചെയ്യാം, നിന്നേക്കാം, അടക്കം കിട്ടണമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് സഭായോഗത്തിന്. പലരും സഭായോഗങ്ങൾ മുടക്കാൻ തുടങ്ങി. എന്നറിയോ, എന്തിനാ പോകുന്നത് എന്ന് പോലും. സ്തോത്രം. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ എബ്രായ സഭയെ കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല, നിങ്ങൾ കാണും പറയും. സഭായോഗം മുടക്കാൻ തുടങ്ങി. ഇനി അടുത്തത് 5ാമത്തെ പ്രശ്നം, ഉത്സാഹമില്ലാത്തവരായി. പണ്ടത്തെ എരിവില്ല. കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ പണ്ട് എന്തു എരിവായിരുന്നു. ഇപ്പൊ ആ എരിവില്ല. നടത്തുന്നവർ നടത്തട്ടെ, ആട്ട്, നമ്മൾ കൂടെ ഉണ്ട്. എരിവില്ല, ഉത്സാഹമില്ല, മന്ദത, സഭായോഗമില്ല, ഒഴുക്കിന്റെ വക്കിൽ അവിശ്വാസം കയറി. ഇനി 10-35 വായിക്കുമ്പോൾ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയില്ല. മീൻസ് അവർക്ക് എന്തുണ്ടായിരുന്നു? നല്ല ധൈര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഇല്ല, ധൈര്യമില്ല. ഇനി 10-36 വായിക്കുമ്പോൾ സഹിഷ്ണുത കുറഞ്ഞു. എന്തുവാ സഹിഷ്ണുത? പണ്ട് ഒരു മനുഷ്യൻ അടിച്ചാൽ പോലും മിണ്ടാത്തവർ ഇപ്പൊ നോക്കിയാ കൊണ്ട് കേസ് കൊടുക്കും. പണ്ട് അടിച്ചാൽ പ്രശ്നമില്ലാത്ത ആൾക്കാരായിരുന്നു, ഇപ്പൊ നോക്കിയാ കേസ് കൊടുക്കും. എന്താണെന്നറിയാമോ? സഹിഷ്ണുത പോയി. എബ്രായ സഭയുടെ നിങ്ങളെ തുടക്കം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തുടക്കം മനസ്സിലായല്ലോ അല്ലേ? ഷെയറുകൾ കൊടുത്തപ്പോ ചിരിച്ചോണ്ട് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് കൊണ്ട് കൊണ്ടുപോക കുഞ്ഞുവാഴ്ച തങ്കച്ചായ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന ആൾക്കാരാ. പക്ഷെ ഇപ്പോ സഹിഷ്ണുത പോയി, ക്ഷമ പോയി, ധൈര്യം പോയി, മന്ദത വന്നു, സഭായോഗം മുടക്കാൻ തുടങ്ങി, ആത്മീയതയ്ക്ക് കുറവ് വന്നു. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ 12:12 കൈകൾ തളർന്നു പോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുമില്ല, കൊടുക്കുന്നുമില്ല. പണ്ടൊക്കെ വാരിക്കൊരി കൊടുത്തവരാ, ഇപ്പൊ കൊടുക്കുന്നില്ല. 12:12 വായിക്കുമ്പോൾ മുഴങ്കാലികൾ കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയില്ലാതായി. സ്തോത്ര, കൊടുപ്പലുമില്ല, പ്രാർത്ഥനയുമില്ല, പോക്കലുമില്ല. ഇനി 28ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവഭയം കുറഞ്ഞു. 10 കുറവുകൾ എബ്രായ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ സഭയിൽ ലേഖനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സഭ ഒരു പ്രത്യേക തലത്തിൽ പൊക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആടി ഉലഞ്ഞ് പോവാ. ആ ആടി ഉലഞ്ഞ് പോകുന്ന സഭയെ നേരെ നിർത്താൻ പരിശുദ്ധാത്മാവ് കൊടുത്ത ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നേരെ നിൽക്കണമെങ്കിൽ ഒരു നങ്കൂരം നമുക്ക് വേണം, അതിട്ടേ പറ്റൂ. ആ നങ്കൂരത്തിന്റെ പേരാണ് ഹോപ്പ്, അഥവാ പ്രത്യാശ. എന്താ പ്രത്യാശ? 3 പ്രത്യാശ വേണം, എന്നാലേ നമുക്ക് ഈ യാത്രയിൽ പോകാൻ പറ്റും. 3 പ്രത്യാശ വേണം. ഈ 3 പ്രത്യാശ അകത്തുണ്ടെങ്കിലേ ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തുവാ 3 പ്രത്യാശ? 1ാമത്തെ പ്രത്യാശ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ശക്തിയുടെ ഹല്ലേലൂയ പറയണം. നിങ്ങൾക്കറിയാമോ, ഇതിനകത്ത് വന്നു കൂടിയതിന്റെ പിമ്പിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. 1, യേശു മടങ്ങി വരും. 2, ഞാൻ എഴുന്നേൽക്കും. 3, അവന്റെ കൂടെ നിത്യരാജ്യത്ത് വസിക്കും. ഈ 3 ബേസിക് ആയ കാര്യങ്ങൾ അകത്തില്ലെങ്കിൽ പാടാൻ തോന്നത്തില്ല, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, കൈയടിക്കാൻ തോന്നത്തില്ല, യോഗത്തിന് പോകാൻ തോന്നത്തില്ല, ഒന്നും കൊടുക്കാൻ തോന്നത്തില്ല. ഇതൊക്കെ ഒരു ബാധ്യതയായി മാറും. എന്നാൽ ഈ പ്രത്യാശ അകത്തുണ്ടെങ്കിൽ അവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, അവന് കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല, അവന് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ അവന് മാത്രം ചേർന്ന് കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. സ്തോത്രം. ഇതാരെയും കാണിക്കാൻ വേണ്ടി പെന്തിക്കോസ് വന്നവരല്ല നമ്മൾ, ആണോ?
അല്ല, ഇന്നും പെന്തിക്കോസ്തിൽ വന്നതിന്റെ പേരിൽ ഭാരം അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഉണ്ട്. പിന്നെ എന്തിനു വന്നു? ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് മനസ്സിലായി നമ്മുടെ കർത്താവ് മടങ്ങി. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ല, അതില്ലെങ്കിലുണ്ടല്ലോ വലിയ ഭാരമാ. ആരാധന വലിയ കടുകെട്ടിയായിട്ട് തോന്നി. എന്തിനാ പോകുന്നറിയത്തില്ല, കോട്ടേജ് മീറ്റിംഗ് എന്തിനാ എന്നറിയത്തില്ല. എന്നാൽ ഈ ചിന്ത അകത്തുണ്ടെങ്കിൽ അറിയാതെ പോകും. വരാനുള്ളവൻ വരും, ഇനിയും കുറഞ്ഞൊന്ന് കഴിയുന്നേരം വരാനുള്ളവൻ വേഗം വന്നിടും. സ്തോത്ര, സ്തോത്രം. മധ്യാകാശത്തിങ്കൽ മണി 12 ഒരു പാട്ടുണ്ട് അങ്ങനെ. മണവാട്ടി സഭയുടെ വേളി നടക്കും, മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ ഞാൻ ഒരുങ്ങി നിൽക്കും. സ്തോത്രം. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്ന് ക്ഷണിക്കപ്പെട്ടുള്ളവരും എല്ലാവരും ചേർന്ന് കാന്തനോട് ചേർന്നിടുവാൻ അവർക്ക് അന്നാളിൽ ഭാഗ്യമുണ്ടാകും. ഇനിയും കുറഞ്ഞൊന്ന് കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾ ഈ മൂന്നാമത്തെ രാത്രിയിൽ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഒരു 2 മിനിറ്റ് കരങ്ങളൊന്ന് തട്ടി കർത്താവിന് ഒരുമിച്ച് ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി ഈ ആലയം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഈ ആലയം ആത്മസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. വരുവാനുള്ളവൻ വേഗം വന്നിടും. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ. ഇങ്ങോട്ട് നോക്കി സഹോദരങ്ങളെ, നമ്മളെ മുമ്പോട്ട് നടത്തുന്ന പ്രേരക ശക്തി. വിശ്വാസയാത്രയിൽ നമ്മളെ മുമ്പോട്ട് നടത്തുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത്, നാളെ ഇന്ന് സ്തോത്രം ചെയ്താൽ എന്നെ നാളെ അമേരിക്ക കൊണ്ടുപോകാമെന്നോ എന്റെ കൊച്ചിനെ അമേരിക്ക കൊണ്ടുപോകാമെന്നുള്ള പ്രതീക്ഷയല്ല. ഈ വിശ്വാസയാത്രയുടെ പ്രേരക ശക്തി ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ചേർക്കാൻ ഇല്ലേ? അതില്ലെങ്കിൽ പിന്നെ യോഗത്തിന് പോകാൻ തോന്നത്തില്ല. എന്തിനു പോകാന്? സ്തോത്രം. അതാ മുമ്പോട്ട് നടത്തുന്ന പ്രേരക ശക്തി. വരുമോ? യേശു വരും. ഓ, താങ്ക് യു ജീസസ്. ഇത് പണ്ടത്തെ ആൾക്കാരുടെ പ്രതീക്ഷകളായിരുന്നു, വിശ്വാസികളുടെ പ്രതീക്ഷയാണ്. ഇന്നും ഞാൻ തുറന്നു പറയാം, ആത്മീയത്തിൽ ശക്തിയുടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ചിന്ത അങ്കുരിച്ചേ പറ്റത്തുള്ളൂ. നമ്മെ ചേർപ്പാൻ അവൻ മടങ്ങി വരും. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:11. അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ. ഹല്ലേലൂയ. 14:1 മുതലുള്ള വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തേണ്ടതിന്, പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തേണ്ടതിന് വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഉന്നതനായ ദൈവം എന്നെയും നിന്നെയും ചേർക്കാൻ മടങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അതകത്ത് വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ആമേൻ. 1 തെസ്സലോനിക്ക ലേഖനം 4:16 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്. ഒരുമിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയണം. പരിചയമുള്ള വാക്യമാ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സ്തോത്ര, സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ധാരാളം വാക്യങ്ങളുണ്ട്. റെവലേഷൻ 1:7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. റെവലേഷൻ 22:10 ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രി പാലക്കാട് സെന്റർ ദൈവസഭയെ പരിശുദ്ധാത്മാവ് എന്നോട് നിന്നോട് സംസാരിക്കുന്ന ഒരു ആത്മീയ ചിന്തയുണ്ട്. എന്റെയും നിന്റെയും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം എന്നെയും നിന്നെ ചേർക്കുവാൻ എന്റെ യേശു മടങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ നിയോഗം പ്രാപിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പലരുടെയും ഉള്ളിൽ നിന്ന് ആ ഒരു പ്രതീക്ഷ തന്നെ എന്ത് ചെയ്തു? ആ ഒരു പ്രതീക്ഷ തന്നെ പോയി. യേശു മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഹെഡ് മാസ്റ്റർ കാര്യം പറഞ്ഞ പോലെ അതൊക്കെ പറഞ്ഞിട്ട് ഈ കാലത്ത് ആരെങ്കിലും
വിശ്വസിക്കുവോ എന്ന ലെവലിലോട്ട് വന്നു. പക്ഷേ പണ്ട് കാലത്തെ വിശ്വാസികൾക്ക് അതുണ്ടായിരുന്നു. പൗലോസ് പറയുന്നത് സ്തോത്രം, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്ന് പറഞ്ഞാൽ എന്റെ കാലഘട്ടത്തിൽ വരും. മരിച്ചവർ എഴുന്നേൽക്കും, ശരിയാ. പക്ഷെ ജീവിക്കുന്ന നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കും. നമ്മൾ എന്റെ കാലത്ത് വരുമെന്നായിരുന്നു പൗലോസിന്റെ പ്രതീക്ഷ. അതാണ് വിശ്വാസയാത്രയിൽ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഹോപ്പ്, ഒന്നാമത്തെ പ്രതീക്ഷ, ചാലകശക്തി, ഹോപ്പ്, പ്രത്യാശ. മടങ്ങി വരും. ഇനി 2, മടങ്ങി വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, റിസറക്ഷൻ. അത് വിശ്വസിക്കുന്നുണ്ടോ? അവിടെ 58 വാക്യമുണ്ട്. പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്, കൊരിന്ത്യ ലേഖനം 15 58 വാക്യം. അതിനകത്തുള്ള ഒറ്റ സബ്ജക്റ്റാണ് പുനരുത്ഥാനം. കൊരിന്ത്യക്കാർക്ക് അറിയത്തില്ല. അവർ ചോദിച്ചു, എന്തുവാ ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ? മോനെ, 50 അടി താഴ്ചയിൽ നിന്നെ കൊണ്ട് അടക്കം ചെയ്താലും കാഹളധ്വനി കേൾക്കുമ്പോൾ ആ താഴ്ചയിൽ നിന്നും നീ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. എത്ര അടി താഴ്ചയിൽ കൊണ്ട് നിന്നെ അടക്കം ചെയ്താലും അതിന്റെ പുറത്ത് എത്ര ഇരുമ്പിന്റെ സ്ലാബ് കൊണ്ട് വെച്ചാലും ആ സ്ലാബ് പൊട്ടിച്ച് നീ പുറത്തു വരുന്ന ഒരു സുന്ദരമായ സമയമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കരുത്ത് പ്രാപിച്ച ദൈവമക്കൾ എത്ര പേരുണ്ട്? ചേർന്ന് ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയൂ. സ്തോത്രം. എന്റെ സഹോദരങ്ങൾ, ഇതൊക്കെയാണ് പണ്ടത്തെ വിശ്വാസികളെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഘടകം. ലൈഫ് സുഖകരമായതുകൊണ്ടൊന്നുമല്ല. ഇന്ന് ഞാൻ ആരാധിച്ച നാളെ എന്റെ കൊച്ചു അമേരിക്ക പോകും എന്നുള്ള പ്രതീക്ഷ അവർക്ക് അമേരിക്കയെ കുറിച്ച് അറിയത്തോലും ഇല്ലായിരുന്നു. പക്ഷെ മുമ്പോട്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ? മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല. എന്താ? എന്നെ ഉയർപ്പിക്കും. മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഘടകമാ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ, എന്നെ ഉയർപ്പിക്കും വിൻശരി കൈക്കൊള്ളു. ഒന്നുമില്ലാതിരിക്കുമ്പോഴും മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്നെ ഈ മണ്ണിന് വിട്ടുകൊടുക്കാതെ എന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നൊരു തമ്പുരാൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് രാത്രി അത് അകത്തുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. ഞാൻ ഇടയ്ക്ക് 1-2 പാട്ടുകളൊക്കെ പാടും. ഇടയ്ക്ക് അങ്ങനെ 2-3 പാട്ടൊക്കെ പാടുന്ന അസുഖം ഇപ്പോൾ ഉണ്ട്. ഈ അടുത്തിടെയുണ്ട്. നൈറ്റാത്താലജയം. അതാ നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പാട്ട് പാടിയായിരുന്നു. നൈറ്റാത്താലജയം, സ്തോത്രം. പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മുമ്പോട്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം ഫിനാൻസ് അല്ലായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ മടങ്ങി വരവ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ. സ്തോത്രം. അതുകൊണ്ട് അന്നത്തെ പാട്ടുകൾക്കെല്ലാം ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ പാട്ടെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാ. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാ. അഴിയാത്ത സ്വർഗം കേട്ടിട്ടുണ്ടോ? ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാ. അഴിയാത്ത സ്വർഗം ഈ മണ്ണിനിൻ ശരീരം നീങ്ങുമെന്നാളി യേശുവെ പോലെയാകും ഞാൻ. ആ കരവൊന്നടിച്ച്. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്ന് യേശുവെ പോലെയാകും ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്. പാടിയിടും രക്ഷയിൻ ഗാനം, പാടിയിടും രക്ഷയിൻ ഗാനം. നീലാകാശവും കടന്നു ഞാൻ എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും എന്റെ യേശു വസിക്കും നാട്ടിൽ. എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, മേഘത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ച നാഥൻ, എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, മേഘത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും
വന്നിടും എന്നെ സ്നേഹിച്ച നാഥൻ. വാനിൽ കാഹളനാദം മുഴങ്ങും നാളിൽ ചേർന്നിടും പ്രിയനൊത്തു ഞാൻ. വാനിൽ കാഹളനാദം മുഴങ്ങും നാളിൽ ചേർന്നിടും പ്രിയനൊത്തു ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്. പാടിയിടും രക്ഷയിൻ ഗാനം, പാടിയിടും രക്ഷയിൻ ഗാനം. നീലാകാശം കടന്നു ഞാൻ പോകും എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശം नीले आसमां के पार जाए मेरा यीशु रहता वहाँ. नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ. लेके बादलों पर हम मिलेंगे, बादलों पर देखेगा सारा जगह. देखेगा सारा. नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ. नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ. ആ കരമൊന്ന് വീശി ഒരുമിച്ച് ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാ. അഴിയാത്ത സ്വർഗം. എന്നിട്ട് അടുത്ത ലൈൻ കേൾക്കണം. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവേ പോലെയാകും ഞാൻ. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവേ പോലെയാകും ഞാൻ. ഓ ഇതൊക്കെ പറയുമ്പോ അകത്തൊരു കത്തല് വരണമെങ്കിൽ സ്വർഗത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ അയ്യോ ചിലയിടത്തൊക്കെ എന്റെ മോനെ ഇത് പറയുമ്പോ ഉണ്ടല്ലോ ഈ അന്തരീക്ഷം അങ്ങ് മാറും. ഈ അടുത്തയിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഏത് സബ്ജക്റ്റ് ആണോ പ്രസംഗിക്കുന്ന സബ്ജക്റ്റിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാൻ പന്തലിൽ കാണാറുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്, ഈ അടുത്തിടയ്ക്ക് കാണുന്നുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവ് അവിടെ പകരും. നിന്റെ നിരാശയെ ഈ രാത്രി തമ്പുരാൻ എടുത്തു മാറ്റും. നിന്റെ ഭാരങ്ങൾ എടുത്തു മാറ്റും. നിന്റെ അയഞ്ഞ ആത്മീയതയെ മാറ്റി നിന്റെ അകത്തൊരു ഉണർവിന്റെ ശക്തിയെ ദൈവം പകരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറ. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയം. വേറെ ഒരു അജണ്ടയും നമുക്കില്ല. പെന്തിക്കോസിൽ വന്നതിന്റെ പിമ്പിൽ മറ്റൊരു ഉദ്ദേശവും നമുക്കില്ല, ഒരു അജണ്ടയില്ല. പിന്നെ എന്തുവാ? ഈ മണ്ണിൻ ശരീരം മാറിയിട്ട് ആ വിൺ ശരീര രൂപിയായി ഞാൻ ദൈവത്തിന്റെ കൂടെ വസിക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയാണ് നമ്മുടെ അകത്തുള്ളത്. ഇന്ന് രാത്രി ആ ഉറപ്പുള്ള യുവക്കൻ ഈ ലഭ്യമാകുന്ന സമയമേ നന്നായിട്ട് അങ്ങ് സ്തുതിച്ചോണം. എന്നാന്നറിയോ? ഇങ്ങോട്ട് അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഇല്ല. ഈ മോൻ എത്ര വയസ്സുണ്ട്? മോനയുടെ കുഞ്ഞെ നിനക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? 9. അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ആ മോന്റെ വയസ്സ് 109. 109 ഒറ്റ വയസ്സുള്ള ഒറ്റയാൾ ഇതിനകത്തില്ല. അതിനർത്ഥം ആ കുഞ്ഞുൾപ്പെടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മളിവിടെ ഇല്ലെന്ന്. നമ്മളാരും ഇവിടെ ഇല്ല. സെൻട്രൽ പാസ്റ്റർ വേറെ ആയിരിക്കും, അച്ഛനല്ല. പ്രസംഗിക്കുന്ന അല്ല. കർത്താവ് വന്നില്ലെങ്കിൽ ഈ ഓഡിറ്റോറിയം ഒക്കെ മാറും, ഈ റോഡൊക്കെ അങ്ങ് മാറും. കാരണം 100 കൊല്ലം നമ്മുടെ ഫോട്ടോ പോലും കാണത്തില്ല. കാരണം വീട് 3-4 മാറും. പിള്ളേര് 35 വർഷം മാറും വീടിന്റെ ഡ്യൂറേഷൻ.
ഇപ്പൊ ഈ സിമെന്റും ഈ പാറപ്പൊടിയൊക്കെ അല്ലയോ. ഇപ്പൊ 35 കൊല്ലം കഴിയുമ്പോൾ വീട് പൊളിക്കുമ്പോൾ അപ്പച്ചന്റെ ഫോട്ടോ മാറ്റും. കാരണം അപ്പം നമ്മൾ വല്യപ്പച്ചനാകും, അവന്റെ അപ്പം വരും. അപ്പൊ അടുത്ത വീട്ടിൽ അവന്റെ അപ്പന്റെ ഫോട്ടോ വെക്കും. അവന്റെ കൊച്ചു പണിയുമ്പോൾ അവന്റെ അപ്പന്റെ ഫോട്ടോ മാറ്റി അവന്റെ അപ്പന്റെ വെക്കും. ചുരുക്കം പറഞ്ഞാൽ അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നിന്റെ ഫോട്ടോ പോലും ഈ ഭൂമിയിൽ ഇല്ല. നമ്മളിങ്ങനെ കുറച്ചു പേര് നടക്കുമല്ലയോ, ഇങ്ങനെ കുറച്ചു പേര് വരുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. കുറെ പേര് വൈൻഡപ്പ് ചെയ്യുന്നു, കുറച്ചു പേര് ജനിക്കുന്നു, പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ അടുത്ത കൊല്ലത്തെ യാത്രയിൽ ആര് കണ്ട് എത്ര എണ്ണം കാണുമെന്നുള്ളത് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തോണ്ടിരിക്കുമല്ലേ. പുതിയ ആൾക്കാർ ജനിക്കുന്നു, വൈൻഡപ്പ്. എന്നാ ഈ ഭൂമി സാങ്കല്പിക അച്ചുതണ്ടില്ല, ചെരിച്ചു വെച്ചേക്കുക. അച്ചുതണ്ടൊന്നും ഇല്ല, ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക, ചെരിച്ചു വെച്ചേക്കുക. ഒരു പരിധിക്കപ്പുറം ഭാരം വന്നാൽ ഇത് തലകുത്തി പോകും. അതുകൊണ്ട് ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ സമയമാകുമ്പോൾ ഓരോന്നിനെ അതായത് അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറയില്ല. പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലയോ 100 കൊല്ലം മുമ്പത്തെ തൃശ്ശൂരിന്റെ ഫോട്ടോ, 100 കൊല്ലം മുമ്പത്തെ കൊച്ചിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഇതുപോലെ അന്ന് ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണിക്കും. നമ്മുടെ എം ഇ മത്തായി അപ്പച്ചന്റെ കാലത്തെ കൺവെൻഷൻ ആകട്ടോ, 100 കൊല്ലം കഴിയുമ്പോൾ ഈ കൺവെൻഷനൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആവും. ഇതായിരിക്കത്തില്ല അന്നത്തെ ട്രെൻഡ്. നമ്മളെ കാണുമ്പോൾ അവർക്ക് കോമഡി ആയിട്ട് തോന്നും. മനസ്സിലാവുന്നു? പേരൊന്നും അറിയത്തില്ല, കുറച്ച് പേരിരിക്കുന്നു, പേരൊന്നും അറിയാം. കാരണം അവർക്ക് അറിയത്തില്ല. നിന്റെ പേര് പോലും ശേഷിപ്പിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുമല്ലോ. എങ്ങോട്ട് പോകും അല്ലേ? എങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നേ. നല്ല അടക്കം നടക്കും പെന്തിക്കോസിലായതുകൊണ്ട്. പെന്തിക്കോസുകാരുടെ അടക്കമാണ് ഏറ്റവും മനോഹരമായ അടക്കം എന്നാണ് പൊതുവെ ഇപ്പോൾ പറച്ചിൽ. കാരണം അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം ഒന്ന് അനുശോചനം പറയും, രക്തത്താല് ചെയ്യും. അതുകൊണ്ട് സ്തോത്രം. അല്ലാതെ ഗുണമുള്ളത് കൊണ്ടല്ല, അനുശോചനം പറയും. നല്ല ലൈവ് കാണും, നല്ല ജ്യൂസും കാപ്പിയും കിട്ടും, സ്തോത്രം പപ്സും കിട്ടും. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക. ശ്രദ്ധിക്കുന്നവർക്കറിയാം, ചത്താപ്പൻ എല്ലാത്തിൻ്റെയും പേര് ഒറ്റ പേരാ, ദാനിയേൽ. രക്തത്താല് ചെയ്യും. നീയോ ദാനിയേലേ പോ. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ ഒന്നും നിനക്ക് സ്വന്തമല്ല. സെമിത്തേരിയുടെ സെല്ല് പോലും നിന്റെ സ്വന്തം അല്ല. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി. ഈ ശവക്കോട്ടയെ കുറിച്ചൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. 6 ഇടങ്ങഴി എനിക്കുണ്ട്, 6 മണ്ണ് എനിക്കുണ്ട്. ഇല്ല, സെല്ലല്ലേ. ഇപ്പൊ നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവിടെ വെക്കും. അടുത്ത ദാനിയേല് വരുന്നത് വരെയേ ഉള്ളൂ ഇതിന്റെ സമയം. ഈ ദാനിയേല് തള്ളി അപ്പുറത്തെ കുഴിയിലിടും. അതാ ഞാൻ പറഞ്ഞേ, ചില കാര്യങ്ങൾ, അത് എൻ്റെ പൊന്നെ ഇങ്ങോട്ട് നോക്കി, ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകും. മനസ്സിലാകുന്നുണ്ടോ? 95 വയസ്സുള്ള അപ്പച്ചൻ ഇപ്പൊ MC റോഡിന്റെ സൈഡിൽ, NH സൈഡിൽ സ്ഥലം ഇപ്പൊ ചുമ്മാ കൊടുക്കുവാന്ന് പറഞ്ഞാലും 95 വയസ്സുള്ള അപ്പച്ചന് വേണ്ടല്ലോ. 95 വയസ്സുള്ള അപ്പച്ച ഇപ്പതേ കുന്നംകുളത്ത് സ്ഥലം വെറുതെ കൊടുക്കുന്നു, പട്ടിക്കാട്ട് സ്ഥലം ചുമ്മാ കൊടുക്കുന്നു. 95 വയസ്സുള്ള അപ്പച്ചനെ ഇപ്പൊ കേൾക്കുമ്പോ പണ്ടത്തെ ആവേശമില്ല. പണ്ട് വാശിയോടെ നടന്ന മനുഷ്യനാ, ഇപ്പൊ വേണ്ട. കാരണം എന്നറിയോ? പുള്ളിക്ക് 95ാമത്തെ വയസ്സിലാണ് മനസ്സിലായത്, എനിക്ക് അനുവദിക്കപ്പെട്ടേക്കുന്നത് ബെഡ്റൂമും ബാത്റൂമും മാത്രമാണ്, ഹോള് പോലും എനിക്ക് ലഭ്യമല്ല, ഹോൾ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു മുറി കൊണ്ട് ഒതുങ്ങുന്ന എനിക്ക് എന്തിനാ 10 സെന്റ് സ്ഥലം? പക്ഷെ പണ്ട് അറിയത്തില്ലായിരുന്നു. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വാരി കൂട്ടിയതോ വെട്ടിപ്പിടിച്ചതോ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നിരാശപ്പെട്ട് പിച്ചും പേയും പറഞ്ഞ് അവസാനിപ്പിക്കാതെ വൈണികന്മാരുടെ ഇമ്പസ്വരം ഞാൻ കേൾക്കുന്നുണ്ട്, അക്കരെ അക്കരെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാട്ടുപാടി ആ രാജ്യത്തെത്താൻ ഇന്ന് രാത്രി അകത്ത് കൊതിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് കരമുയർത്തി. പണ്ട് കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും അകത്ത് പ്രത്യാശ ഉണ്ടായിരുന്നു. ഇന്ന് പലർക്കും മരിക്കാൻ പേടിയാ. കാരണം ഇതെല്ലാം വാരിക്കൂട്ടി ഉണ്ടാക്കി അനുഭവിക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് പോകാൻ മടിക്കുക. വിഷമം തോന്നല്ലേ? പരമാർത്ഥം പറയാം, നല്ല പെട്ടി പോലും കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല, അങ്ങനെ ചിന്തിക്കല്ലേ. പണ്ടത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി മര്യാദയും മാന്യതയും ഉണ്ടായിരുന്നു. അവർ കുറച്ചുകൂടി നന്നായിട്ട് അടക്കിയേ. പണ്ടത്തെ കാലത്ത് തേക്കിന്റെ പെട്ടി, എൻ്റെ അപ്പനെ ഈട്ടിപ്പെട്ടി, ഇതൊരു പ്രൗഢിയുടെ സിമ്പലായിരുന്നു. പക്ഷെ പിന്നെ പോളിഷ് വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു ഡെറ്റ്മണിയാ, പോളിഷ് മതി. മനസ്സിലാകുന്നുണ്ടോ? ഈട്ടിയും കൂടെ, തേക്കും ഈട്ടി എല്ലാവരും പോളിഷിൽ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ അഡ്വാൻസാ. നീ പഠിപ്പിച്ചില്ലയോ? M.Tech B.Com ഒക്കെ പഠിപ്പിച്ചില്ലയോ? കണക്ക് മിടുക്കല. പെട്ടിക്കുഴിക്കകത്ത് പറഞ്ഞിട്ട് അപ്പൻ വിശുദ്ധിയുടെ പര്യായമാ. അതുകൊണ്ട് പെട്ടി ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന്റെ മണ്ട വെള്ളത്തുണി വെച്ചാൽ മതി. വെള്ളത്തുണി അടിച്ചാൽ ഇപ്പം അടക്കുന്നത്. അതാകുമ്പോൾ അകത്തുള്ള പെട്ടി ഏതാണെങ്കിലും കുഴപ്പമില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? നല്ലൊരു പെട്ടി പോലും
എന്നിടയ്ക്ക് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ രണ്ടുപേര് അമ്മയെ പൊക്കിക്കൊണ്ട് വരുന്നു. ഒരു അമ്മച്ചീനെ കക്ഷത്തൂടെ കൈയിട്ടേച്ച് പൊക്കിക്കൊണ്ടുവരുക. അമ്മ പറഞ്ഞു, മേലാടാ സാരമില്ല മമ്മി, ഞങ്ങൾ എടുത്തോളാം. ആ പൊക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഒപ്പിടാൻ കൊണ്ടുപോവുക. അതിട്ടോ അവിടെ കൊണ്ട് എന്ത് ചെയ്തു? തീർന്നു. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? അതെ, അവസാനം ഒരു വിളിക്കും, മൂടോ, റിസൾട്ട് പറയും. 1-ാമത്തെ പുസ്തകത്തിൽ ജീവിച്ച ലോത്തിനെ കുറിച്ച് 61-ാമത്തെ പുസ്തകത്തിൽ പറയുന്നു, വലഞ്ഞുപോയ നീതിമാൻ. റിസൾട്ട് പറയും. ഹാനോക്ക് എന്റെ കൂടെ നടന്നു. ഇത് എഴുതിയ മോശ ഹാനോക്കിനെ കണ്ടിട്ടില്ല. പക്ഷെ എഴുതുമ്പോൾ ദൈവം പറഞ്ഞു, അയാളെ ജനിപ്പിച്ചു മരിച്ചു. പക്ഷെ ഹാനോക്ക് അങ്ങനല്ല, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. മോശയ്ക്ക് അറിയില്ല. തമ്പുരാൻ പറഞ്ഞു അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. റിസൾട്ട് പറയുന്നൊരു ദിവസമുണ്ട്. ഏലപ്പാറയുടെ ഇന്നത്തെ പ്രസംഗം ഉൾപ്പെടെയുള്ള പ്രസംഗക്ക് കണക്ക് പറയുന്നൊരു കാലഘട്ടമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊന്നും പിടിക്കാനില്ല, മറ്റൊന്നും നോക്കാനില്ല. ഇന്ന് രാത്രി തമ്പുരാന്റെ വരവെങ്കിൽ ആ വരവിൽ പോകാനുള്ള പരിപാടി നോക്കിക്കോ. അതാണ് ഏറ്റവും ഉന്നതമായ കാര്യം. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ. അതാ പണ്ട് കാലത്തെ ആൾക്കാരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി. അവരുടെ ഹോപ്പ് എന്ന് പറയുന്ന ഒന്ന് യേശുവിന്റെ മടങ്ങി വരവ്, 2 റിസറക്ഷൻ, പുനരുത്ഥാനം. അതാ ഇന്ന് കാണുന്നതെല്ലാം മായ. സ്തോത്രം. ഇതെല്ലാം ഒഴിയും. പിന്നെന്തുവാ? കർത്താവിന്റെ രൂപത്തോട് ഞാൻ എന്ത് ചെയ്യും? അത് അന്നത്തെ ആൾക്കാരുടെ പ്രത്യാശ. അതാ ഞാൻ പറഞ്ഞത്. സ്തോത്രം. ആ ഭക്തനായ മനുഷ്യൻ പാടിയ പാട്ടാണ്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഒന്ന്, പ്രത്യാശ, നങ്കൂരമായ പ്രത്യാശ, യേശുവിന്റെ മടങ്ങി വരവ്. 2, നമ്മുടെ പുനരുത്ഥാനം. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ, സ്തോത്രം. ഇനി 3, അവരെ നടത്തിയ പ്രേരക ശക്തി, നിത്യരാജ്യത്തിലെ വാസം. ഏതാ? സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെയുള്ള വാസം. ആ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ. അമേരിക്കയെ കുറിച്ചും കാനഡയെ കുറിച്ചൊക്കെ പലവട്ടം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ സ്വർഗത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അടിമാലിയിൽ ഒരു പാസ്റ്റർ, ഡേവിഡും ഡാനിയും, 2 ഭക്തന്മാരായ മനുഷ്യർ. അവരുടെ പപ്പ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ കാണാൻ ചെന്നപ്പോൾ, സാധാരണ സുഖമില്ലാത്തവരെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മുഖത്തൊരു വാട്ടം ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ വരുന്നതല്ല, പിന്നെ ആ വാട്ടം നമ്മൾ എന്ത് ചെയ്യുന്നതാ? വരുത്തുക. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന അടക്കത്തിന് പോകുമ്പോഴാണ്. കാരണം അടക്കം ഒരിക്കലും മനുഷ്യവചനം ചിരിച്ചോണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്തു വരും? സത്യത്തിൽ ചിരി വരും. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ കരയുന്നവരെ കാണുമ്പോഴാണ് ചിരി വരും. ഈ കരയുന്ന അമ്മാമ്മ 2 ദിവസം മുമ്പും വിളിച്ച് പറഞ്ഞതാ, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ അച്ഛൻ, 1 മാസം കൊണ്ട് കിടപ്പ കർത്താവിന്റെ ഹിതത്തിനായിട്ട് എടുക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അമ്മാമ്മ കരയുക. എന്നെ ഇട്ടേച്ചി പോയോന്ന് രക്തത്താല് ചെയ്യും. 2 ദിവസം മുമ്പ് എടുക്കാൻ പ്രാർത്ഥിച്ച ആളാ. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാസ്റ്ററെ എന്നൊക്കെ പറഞ്ഞ് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മാമ്മ അടക്കത്തിന്റെ അന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്നെ ഇട്ടേച്ച് എന്നെ കൂടെ. അപ്പൊ സത്യം പറഞ്ഞ് ചിരി വരും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. വലിയ പാടാ. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ ദുഃഖിച്ച് അങ്ങോട്ട് ചെന്നപ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് ഈ പാസ്റ്ററിന്റെ മുഖം കണ്ടപ്പോ എന്റെ ദുഃഖവും മാറി, ഒരു ഭയങ്കര ഹാപ്പിനെസ്. ഞാൻ ചോദിച്ചു, അച്ഛാ ഈ രോഗമല്ലയോ? ആണോ? എന്നിട്ട് നിരാശകളൊന്നും ഇല്ലല്ലോ? അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ നിരാശകളൊക്കെ വരും, പക്ഷെ ഓരോ പ്രാവശ്യം നിരാശകൾ വരുമ്പോഴും അതിനെ ഓവർകം ചെയ്യുന്ന ആ രാജ്യത്തെക്കുറിച്ചുള്ള പാട്ടുകൾ എൻ്റെ അകത്ത് കർത്താവ് എന്ത് ചെയ്യും? അപ്പൊ അന്ന് അദ്ദേഹം പാടിയൊരു പാട്ടിന്റെ മനസ്സിൽ കിടക്കുക, സ്തോത്രം. മടുത്തോ? സ്തോത്രം. എന്റെ ആവേശം കൊണ്ട് പാടുക. സമയം പോകുന്നു, എനിക്ക് നിർത്തുകയും വേണം, എന്നതെല്ലാം ഒന്ന് പറയുകയും വേണം. സ്തോത്രം. ആ മനുഷ്യന്റെ ഭക്തനായ മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു പ്രത്യാശയും പാട്ടും. ഒരിക്കൽ ഞാൻ പറന്നുയരും, എന്റെ
ശാശ്വത ഭവനമതിൽ ഒരിക്കൽ ഞാൻ പറന്നുയരും എന്റെ ശാശ്വത ഭവനമതിൽ. അടുത്ത ലൈൻ. ഓ പറന്നുയരാനമീത ബലം തരണേ പ്രിയ അളവില്ലാതെ. ഓ പറന്നുയരാനമീത ബലം തരണേ പ്രിയ അളവില്ലാതെ. അടുത്ത ലൈൻ. ഓ ആ വീട്ടിലെന്റെ വാസമോർത്താൽ ഉള്ളം തുള്ളും നിന്റെ പാദം പൊങ്ങുന്നേ. എവിടുത്തെ ആ വീട്ടിലെന്റെ വാസമോർത്താൽ ഉള്ളം തുള്ളും. അവിടുത്തെ വാസം ഓർക്കുമ്പോ എന്റെ ഉള്ളം തുള്ളുന്നു, എന്റെ പാദം ഓടിക്കുന്നു. 50 കൊല്ലമായില്ലേ പെന്തക്കോസ്തി വന്നിട്ട് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉള്ളം തുള്ളിയ ഒരു ദിവസം ആ രാജ്യത്തെ കുറിച്ച്. ഓ മരണമേ നിന്റെ ജയമെവിടെ, ജയ് വിളിച്ചു ഞാൻ പറന്നു. 83 84 വയസ്സുള്ള രോഗിയെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പാടി കേൾപ്പിച്ച പാട്ട് 2004 കേട്ട പാട്ടാ. എനിക്ക് അറിയത്തില്ല കാസറ്റ് വന്നിട്ടുണ്ടോന്ന്. ഇന്ന് ഞാൻ പാടുമ്പോൾ 21 കൊല്ലം കഴിഞ്ഞു. കാസറ്റ് കേട്ട് പഠിച്ചതല്ല, അന്ന് അദ്ദേഹം പാടിയപ്പോ ഇതിനകത്ത് ഫീഡ് ചെയ്തതാ. മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ആ വീട്ടിൽ എന്റെ വാസമോർത്താൽ ഉള്ളം തുള്ളും നിന്റെ പാദം പൊങ്ങുന്നേ. ഈ മണ്ണിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഒന്ന് വിട്ടേച്ച് ഇന്ന് രാത്രി ചിന്തകൾ മാറ്റിപ്പിടിക്കാൻ സമയമായി എന്ന് ഈ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച ഇന്ന് രാത്രി അത് ഉറപ്പിക്കാൻ നിയോഗമുള്ള എത്ര ദൈവമക്കൾ ചേർന്ന് 40 നിമിഷങ്ങൾ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മടുപ്പുകൾ മാറട്ടെ, മന്ദതകൾ മാറട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. നങ്കൂരം ഹോപ്പാണ്, നങ്കൂരം പ്രത്യാശയാണ്, നങ്കൂരം യേശുവിന്റെ വരവാണ്. എല്ലാ നിരാശകളും ഇന്ന് രാത്രി മാറട്ടെ. മറ്റൊരു ലക്ഷ്യം നമുക്കില്ല. നിത്യരാജ്യമാണ് നമ്മുടെ പ്രതീക്ഷ. ദൈവത്തോട് കൂടിയുള്ള വാസമാണ് പ്രതീക്ഷ. ചേർന്ന് കരമടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. 3 നങ്കൂരം നമുക്കുണ്ട്. 1 കർത്താവിന്റെ മടങ്ങിവരവ്, 2 നമ്മുടെ പുനരുത്ഥാനം റിസറക്ഷൻ, 3 യേശുവിന്റെ കൂടെയുള്ള വാസം. ഇത് 3ഉം നമ്മുടെ അകത്തുണ്ടോ? ഒരു കാറ്റും നിന്നെ മറിക്കില്ല, ഒരു പ്രതിസന്ധിയും നിന്നെ തളർത്തത്തില്ല, നിന്നിൽ മന്ദത വരത്തില്ല, നീ സഭായോഗം ഉപേക്ഷയായിട്ട് വിചാരിക്കത്തില്ല, നിന്റെ ധൈര്യം പോകത്തില്ല, നിന്റെ ആത്മീയത ചോരത്തില്ല. ആ രാജ്യത്തെ വാസത്തെ കുറിച്ച് ഇന്ന് രാത്രി ചിന്തിക്കുന്ന എത്ര ദൈവമക്കൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ അകത്ത് ചിന്തിച്ചാൽ നിരാശകളൊക്കെ അങ്ങ് മാറും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞ സമയം തരാം. 2-3 മിനിറ്റൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ നിർത്തട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. പണ്ടത്തെ ആൾക്കാരെ മുമ്പോട്ട് നിർത്തിയ പ്രേരക ശക്തി ഇത് 3ഉമായിരുന്നു. അതുകൊണ്ട് വീഴ്ചയുടെ വക്കിൽ നിൽക്കുന്ന എബ്രായ സഭയുടെ പൗലോസ് പറയാണ്, ആ പ്രത്യാശയാണ് നങ്കൂരം. ആ വിട്ടോ, നിന്നെ ഒരു നീറോയും തകർക്കത്തില്ല, നിന്നെ ഒരു ഡൊമീഷനും തകർക്കത്തില്ല, ഒരു പ്രതിസന്ധി നിന്നെ മുക്കത്തില്ല. വാത്സല്യ ദൈവത്തിന്റെ പൈതല്ലേ, മുമ്പിൽ വന്നു ഭവിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയണമെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രതീക്ഷ അകത്ത് വ്യാപരിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തോരാം. എന്തിനാണെന്നറിയാമോ? കൂടി ഒന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണിതിരിക്കുന്ന ആ കൊട്ടാരത്തിൽ ദൈവത്തിന്റെ കൂടെ വസിക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ അല്പനിമിഷങ്ങളെ കാര്യങ്ങളെ ഒന്നടിച്ച് ഒരുമിച്ച്